നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോസോൺ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പോയ്സോൺ എന്നും പോസോൺ എന്നൊക്കെ മാറി മാറി പലരും വിളിക്കുന്ന പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ? അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് is defined as a random variable x, right? Random variable x is said to follow a Poisson distribution if its probability density function is p of x equal to e raised to negative n into m raised to x divided by x factorial. ഒരു റാൻഡം വേരിയബിൾ ഈ പറയുന്ന PDF ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അല്ലെങ്കിൽ ആ റാൻഡം വേരിയബിൾ അടങ്ങിയ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് എന്ത് വിളിക്കാം? പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബൈനോമിയൽ, നമ്മൾ മുന്നേ പഠിച്ചാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ലിമിറ്റിംഗ് കേസ് അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസ് എന്ന് പറയാൻ കാരണം മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ട്രയൽസ് അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ഫെയർലി ലാർജ് നമ്പർ ആവുകയാണെങ്കിൽ, റൈറ്റ്? അതായത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും പോസോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്താനുള്ള 3 റീസൺസ് ആണ് പറയുന്നത്. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ഇസ് വെരി ലാർജ്, റൈറ്റ്? സോ n ഇസ് വെരി ലാർജ്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ദി പ്രോബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഇസ് വെരി സ്മോൾ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സക്സസ് നമുക്കറിയാം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ NP, Q എന്ന് പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ലിമിറ്റിംഗ് കേസായിട്ട് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ്. പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ, റൈറ്റ്? പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ, റൈറ്റ്? ഈസ് വെരി സ്മോൾ, റൈറ്റ്? ഇതിനെ നമുക്കൊന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ വെച്ചിട്ട് പറയാം. n എന്ന് പറയുന്നത് വെരി ലാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിയറിങ് അവർ ഇൻഫിനിറ്റി, അല്ലേ? ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? p എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നിയർ ടു സീറോ. അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ റീസൺ കേട്ടോ, മൂന്നാമത്തെ റീസൺ പറയുന്നത് ഇതിൻ്റെ മീനിനെ കുറിച്ചാണ്. അപ്പം മീൻ ഇറ്റ് ഈസ് n into p, right? Mean of Poisson distribution is n into p and it is a finite value, right? It is a finite value. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്നത് m എന്നാണ്. ഈ കേസിൽ നമുക്ക് എന്താണ് വിളിക്കാനുള്ളത്? മീൻ ഓർ ദി പാരാമീറ്റർ ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് m, റൈറ്റ്? അപ്പോൾ ഇത് എന്തായിരിക്കും? ഇത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം, റൈറ്റ്? അപ്പം ഈ 3 റീസൺസ് ആണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ why a binomial distribution cannot be used and instead we have to use Poisson distribution. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഈ 3 എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Poisson distribution should be used. In fact, binomial distribution cannot be used. Okay. Quickly we'll go through some of the properties. ഈ പ്രോപ്പർട്ടീസ് നമുക്ക് പ്രോബ്ലം ചെയ്യാനും ആവശ്യമുണ്ട്. പെട്ടെന്ന് നമുക്ക് നോക്കാം. Poisson distribution is a discrete probability distribution, right? And the function of Poisson distribution is known as probability density function. Okay. രണ്ടാമത് പറയുന്നത് Poisson distribution has single parameter and parameter is m, right? Parameter m ആണെന്ന് പറഞ്ഞു. ആ m നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? m കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ n into p വെച്ചിട്ടാണ്. Okay. Then so if it is known, ആ പാരാമീറ്റർ നമുക്ക് അറിയെങ്കിൽ എല്ലാ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇറ്റ് ഇസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. അറ്റ് ദി സെയിം ടൈം നാലാമത്തെ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു m. അപ്പം മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് m. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് അറിഞ്ഞിരിക്കണം? നമുക്ക് ഇതിൻ്റെ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം പാരാമീറ്റർ m ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂ എന്ന് പറയുന്നത് e⁻⁻m കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. e⁻⁻m. അപ്പം e എന്ന് പറയുന്നത് എന്താണ്? e എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. e എന്ന് പറയുന്നത് എന്താണ്? e എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ e⁻⁻m കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 വഴികളാണ് ഉള്ളത്. ഒന്ന്, ഒരു അൽഗോരിതം യൂസ് ചെയ്ത്, അതായത് ലോഗ് അൽഗോരിതം വാല്യൂസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ. അപ്പം അൽഗോരിതം വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ പിന്നെ എന്താണ്? നമുക്ക് ടേബിൾ വാല്യൂ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ടേബിൾ വാല്യൂ നമ്മുടെ അൽഗോരിതം ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലെല്ലാം തന്നെ എന്തുണ്ടാവും, ഇത്തരത്തിലുള്ള ഇ റേസ് ടു നെഗറ്റീവ് എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടേബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇ റേസ് ടു നെഗറ്റീവ് എം എങ്ങനെയാണ് നമ്മൾ ഒരു ടേബിളിൽ നിന്നും കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ റേസ് ടു നെഗറ്റീവ് 2 എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇഫ് എം ഈസ് ഈക്വൽ ടു 2, നമുക്ക് എം 2 ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് വാട്ട് ഈസ് ഇ റേസ് ടു നെഗറ്റീവ് 2, റൈറ്റ്? അപ്പോൾ ഇ റേസ് ടു നെഗറ്റീവ് 2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ടേബിളിനകത്ത് എമ്മിൻ്റെ വാല്യൂസ് നോക്കുക. എമ്മിൻ്റെ വാല്യൂസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. രണ്ട് ടേബിളാണുള്ളത്. ദിസ് ഇസ് ഫസ്റ്റ് ടേബിൾ, ദിസ് ഇസ് സെക്കൻഡ് ടേബിൾ, രണ്ട് ടേബിളാണ്. അപ്പോൾ ഡെസിമൽ വാല്യൂസ് ഇല്ലാത്ത ടേബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ ഒരു ഡെസിമൽ വാല്യൂ ഉള്ളതെങ്കിൽ അത്തരം വാല്യൂസിന്, അതായത് 2.1, 2.2 എന്ന് മുതൽ തുടങ്ങി 2.3 മുതൽ നമുക്ക് 2.9 വരെ, അല്ലെങ്കിൽ 1.1, 1.2, 1.3 മുതൽ 1.9 വരെ, അല്ലേ? അല്ലെങ്കിൽ 0.1, 0.2, 0.3, 0.4 എക്സെട്ര ടിൽ 0.9. ഇത്തരം വാല്യൂസിനെല്ലാം, അല്ലെങ്കിൽ ഇത്തരം എമ്മിൻ്റെ വാല്യൂസിനെല്ലാം തന്നെ നമുക്ക് ഇ റേസ് ടു നെഗറ്റീവ് എം തരുന്നത് ആദ്യത്തെ ടേബിളാണ്, റൈറ്റ്? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഇ റേസ് ടു നെഗറ്റീവ് 2 കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക, എമ്മിൻ്റെ വാല്യൂ 2 ആയിട്ട് നോക്കുക. -2 അല്ലെങ്കിൽ ഇ റേസ് ടു 2 എന്ന് ഇ റേസ് ടു നെഗറ്റീവ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇ റേസ് ടു നെഗറ്റീവ് 2.0, അല്ലേ? സോ 2.0ലെ വാല്യൂസ് നോക്കുക. സോ ഇ റേസ് ടു നെഗറ്റീവ് 2 വിൽ ബി ഈക്വൽ ടു വാട്ട്, 0.1353. ഓക്കെ, 0.1353. അതേ സ്ഥാനത്ത് സപ്പോസ് വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ഇ റേസ് ടു നെഗറ്റീവ് 0.2 ആണേ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്, എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.2 ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇ റേസ് ടു എമ്മിൽ 0 എടുക്കണം. 0.2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് 0.2, അല്ലേ? 0.2 ആണ്, 0.2. അപ്പോൾ 0.2 ആയതുകൊണ്ട് നമ്മൾ ആദ്യം എമ്മിൻ്റെ വാല്യൂ ഇവിടെ 0 നോക്കുന്നു, 2.2 നോക്കുന്നു, അല്ലേ? ഇവിടെ ഓക്കെ, ഇവിടെയാണ് നമുക്ക് 0.2 കിട്ടിയത്. ആ വാല്യൂ നമ്മുടെ ആൻസർ ആയിട്ട് ഇറ്റ് ഇസ് 0.8187. അപ്പം ഒരു ഡെസിമൽ വാല്യൂ വരെ വരുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഒരു സിംഗിൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി രണ്ട് ഡെസിമൽ വാല്യൂസ് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. സപ്പോസ് വി ഹാവ് 2 ഡെസിമൽ വാല്യൂസ് കമ്മിങ് ഇൻ, റൈറ്റ്? ഞാനിതൊന്നും റബ്ബിയാണ്. സപ്പോസ് 2 ഡെസിമൽ വാല്യൂസ് ആർ ദർ, അതായത് ഇ റേസ് ടു എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് എം, അല്ലെങ്കിൽ മീൻ ആയിട്ട് നമുക്ക് കിട്ടിയത് ഇറ്റ് ഇസ് 2.51, റൈറ്റ്? 2.51 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമുക്ക് എമ്മിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടിയത് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ആർ സപ്പോസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ഇ റേസ് ടു നെഗറ്റീവ് എം, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു നെഗറ്റീവ് 2.51 കണ്ടുപിടിക്കണം. ഇ റേസ് ടു നെഗറ്റീവ് 2.5 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, രണ്ട് ടേബിളിൻ്റെയും സഹായം നമുക്ക് വേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് ടേബിളിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇ റേസ് ടു നെഗറ്റീവ് എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമോ നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ടേബിളിൽ നിന്ന് ഈ 2.5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയും രണ്ടാമത്തെ ടേബിളിൽ നിന്ന്, അതായത് ആ ഫസ്റ്റ് ടേബിളിൽ നിന്ന് ഫ്രം ദി ഫസ്റ്റ് ടേബിൾ വി ആർ സപ്പോസ് ടു ഗെറ്റ് ദി വാല്യൂ ഫോർ 2.5, and from the second table you are supposed to get the value of what, 0.01. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ വി ആർ സപ്പോസ് ടു ഗെറ്റ് ഇ റേസ് ടു നെഗറ്റീവ് 2.5 from the first table and e raised to negative 0.01 from the second table. Okay, so first table and second table. നമുക്ക് നോക്കാം, e raised to negative 2.5 എന്ന് പറയുമ്പോൾ 2, right? m is 2, at the same time 0.5, അല്ലേ? 2.5. Okay, so the value, coordinate ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് it is 0.0821. Okay, 0.0821, and we know what is e raised to negative 0.0
0.01 0.01 അല്ലേ? അപ്പം അത് സെക്കൻഡ് ടേബിളിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കുക 0.01 എന്ന് പറയുന്നത് ഇതാണ്. സോ ഇ റേസ് ടു നെഗറ്റീവ് ഫോർ ദിസ് വാല്യൂ ഇറ്റ് ഇസ് 0.9900 0.9900. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ്. ഓക്കെ, സോ ഇ റേസ് ടു നെഗറ്റീവ് 0.5 ഇൻറ്റു ഇ റേസ് ടു നെഗറ്റീവ് 0.01 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0.0821 ഇൻറ്റു 0.9900. നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, നമുക്കറിയാം, നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ടേബിൾ വാല്യൂ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലോഗ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനുള്ള ഒരു റീസൺ. നമ്മുടെ സാധാരണ കാൽക്കുലേറ്ററിൽ, നോർമൽ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദി ഫൈനൽ ആൻസർ ആസ് 0.08127. ഓക്കെ, സോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നത്.